ഞാനൊരു കഥ പറയാം. അതായത് പണ്ട് ഈ +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം. അന്ന് എനിക്ക് നഴ്സിംഗ് ഒന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാനിങ്ങനെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി എനിക്ക് നഴ്സിങ്ങിന് പോകണ്ട, എന്നെ വേറെ എന്തിന് വിട്ടാലും ഞാൻ പൊക്കോളാം, പക്ഷേ നഴ്സിംഗ് മാത്രം ഞാൻ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, മിഡിൽ ക്ലാസ് ഫാമിലി, നഴ്സിംഗ് ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ, ജോലി സാധ്യത ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ നഴ്സിംഗ് തന്നെ എടുത്തു. അപ്പോൾ നമ്മൾ ഈ ഹോസ്റ്റൽ ലൈഫ്, കോളേജ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രതീക്ഷകളോടെ ആയിരിക്കുമല്ലോ പോകുന്നത്. അതായത് ഇങ്ങനെ അടിച്ച് പൊളിക്കാം, ഹോസ്റ്റൽ ലൈഫിൽ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന കാര്യം, കോളേജ് വേറെ, അങ്ങനെയൊക്കെ വിചാരിച്ച് അവിടെ പോയി ഞാൻ അടപടല മൂഞ്ചി. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ തന്നെ, സത്യം പറഞ്ഞ് ഫസ്റ്റ് ഡേ തന്നെ അവർ നമ്മളെ ഹോസ്റ്റൽ ലൈഫ് അങ്ങ് വെറുപ്പിച്ച് കളഞ്ഞു. അവിടെ എത്തി ഫസ്റ്റ് ഡേ നമ്മളിങ്ങനെ റൂമൊക്കെ കണ്ടു. റൂമിലെല്ലാം എടുത്ത് വെച്ചു. ഒരു റൂമിൽ 9 പേരായിരുന്നു കേട്ടോ, 9 പേരുണ്ടായിരുന്നു. അതിൽ 1-2 പേരൊക്കെ നമുക്കറിയാം, ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഒരു റൂമിലിരുന്നു. പരിചയമുള്ള ചേച്ചിമാരുണ്ടായിരുന്നു, അടുത്ത വീട്ടിലുള്ളവർ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു, നമ്മൾക്ക് ബെഡ് പിടിച്ച് തരുന്നു, ഭയങ്കര സ്നേഹം, സംസാരം എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് അന്നേരം ഒന്നും ഈ ഹോസ്റ്റലിലെ റൂൾസ് വലിയ ചെറിയതായിട്ടുള്ള ധാരണകളൊക്കെ ചേച്ചിമാർ പറഞ്ഞൊക്കെ ഉള്ള അറിവ് മാത്രം, അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും നമുക്കറിയത്തില്ല, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു ഇതിൽ ചെന്നു. നമ്മളെല്ലാം കഴിഞ്ഞു. പപ്പയും മമ്മിയൊക്കെ പോയി. കുറേ പേര് അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വിഷമത്തിലിരിക്കുന്നു. വീട്ടിൽ നിന്ന് പിരിഞ്ഞ് നിൽക്കുന്ന ഫസ്റ്റ് ടൈം ആണല്ലോ. സ്വാഭാവികമായിട്ടും +2 വരെ അപ്പൻ്റെ അമ്മയുടെയും തണലിൽ നിന്ന് +2 കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഒരു പറിച്ചു നടലാണ് ഹോസ്റ്റലിലേക്ക്. അതും ഞാനൊക്കെ അങ്ങ് കർണാടകയിൽ ഷിമോഗ എന്ന് പറഞ്ഞൊരു പട്ടിക്കാട്ടിലാണ് പഠിച്ചത്. പട്ടിക്കാട്, ഓക്കെ, അവിടെയാണ് പഠിച്ചത്. എന്ന് വെച്ചാൽ ടൗൺ ഏരിയ ഒന്നും അല്ല, ഒരു ഉള്ളിലോട്ട് കിടന്ന ഒരു സ്ഥലം. നമുക്ക് ടൗണിലോട്ട് പോകണമെങ്കിൽ തന്നെ ഒരുപാട് പോകണം. അങ്ങനെ അധികം ആർക്കും അറിയത്തില്ലാത്തൊരു സ്ഥലം. അവിടെ പഠിക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് ഡേ നമ്മൾ കുളിക്കാൻ ബാത്റൂമിലോട്ട് പോയി. സ്വാഭാവികമായിട്ടും കുളിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബാത്റൂമിനുള്ളിലൊക്കെ പൈപ്പ് തുറന്ന് വെള്ളം വരുന്നു, കുളിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിൽ ബാത്റൂം കണ്ട ഞാൻ ആദ്യമേ ഞെട്ടി.